ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഇന്ന് പെട്ടെന്നൊരു ലീവ് ചേട്ടനൊത്തു വന്നപ്പോൾ നമ്മളൊന്ന് ഗുരുവായൂർ പോയി വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുട്ടികളെ സ്കൂളിൽ അയക്കാണ്ട് അവരെയും കൊണ്ട് നേരെ നമ്മൾ പോവുകയാണ് ഗുരുവായൂർക്ക്. അപ്പോൾ ഏകദേശം ഉച്ചയാവുന്ന സമയത്താണ് ഞങ്ങൾ ഇറങ്ങിയത് കേട്ടോ. ഉച്ചയാകുമ്പോഴേക്കും അത്യാവശ്യം പണിയൊക്കെ തീർത്ത് ഞങ്ങൾ ഇറങ്ങി. ശ്രേയസ് ആണെങ്കിൽ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ. ആക്ച്വലി കുറേ ആയി ട്രെയിനിൽ പോയിട്ട്. പിന്നെ ഇന്ന് സ്കൂളിൽ പോയില്ലല്ലോ. അങ്ങനെ ആളൊഴിഞ്ഞ ഒരു സ്ഥലം നോക്കി നമ്മൾ നടന്ന് ഒരു സ്ഥലത്ത് പോയിട്ടിരുന്നു കേട്ടോ. വേദ്യ കൈക്കുഞ്ഞായ സമയത്താണ് കേട്ടോ ഞങ്ങൾ കഴിഞ്ഞ തവണ ഗുരുവായൂർ പോയത്. ഞാനും കുട്ടികളും. ചേട്ടന് ഇടയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലായിടത്തും ഉള്ള പോലെ റെയിൽവേ സ്റ്റേഷനിൽ പോയാലോ നമ്മൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിലോ കുട്ടികൾക്ക് വിശക്കുന്നത് അത് നിർബന്ധമാണ്. എല്ലാ കുട്ടികൾക്കും ഉള്ളതാണ്. അപ്പോൾ കുട്ടികൾ അവർക്ക് വേണ്ട ചിപ്സൊക്കെ വാങ്ങി ഡ്രിങ്ക്സൊക്കെ വാങ്ങി അങ്ങനെ നമ്മൾ പോകാൻ തുടങ്ങി. നല്ല മഴക്കാറുണ്ട് കേട്ടോ. വേദിയനെ ശ്രേയസിനെ സംസാരം കേട്ട് ഉള്ള വിൻഡോ സീറ്റ് ശ്രേയസിന് വിട്ടുകൊടുത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു ചേട്ടനും ചേച്ചിയും അപ്പുറത്തെ ക്യാബിനിലേക്ക് പോയി. കുറച്ചങ്ങോട്ട് പോയപ്പോൾ ഒരു ചേട്ടൻ കടലായിട്ട് വന്നു കേട്ടോ. കടല ഞങ്ങളുടെയും കുട്ടികളുടെയൊക്കെ ഫേവറേറ്റ് തന്നെയാണ്. പക്ഷെ ശരിക്കും ലേസ് പാക്കറ്റിൽ ലേസ് പോലെ തന്നെ ഇപ്പോൾ കടലയും വളരെ കുറച്ചായി കേട്ടോ. നല്ല മഴക്കാറുണ്ടായിരുന്നു. കോയമ്പത്തൂർ എക്സ്പ്രസ് ആണ് ഈ ട്രെയിൻ. ബട്ട് ഒരു ലോക്കൽ ട്രെയിനെ പോലെയാണ് കേട്ടോ. മീൻസ് പാസഞ്ചർ ട്രെയിൻസിലെ അതുപോലെ തന്നെയാണ് സീറ്റ്സും എല്ലാ കമ്പാർട്ട്മെൻറ്റ്സും ഒക്കെ. ഉച്ച സമയമായതുകൊണ്ടായിരിക്കും അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. മീൻസ് എല്ലാ സീറ്റും ഫില്ല് ചെയ്യുന്ന പോലെ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. ചില സീറ്റിലൊന്നും ആൾക്കാരേ ഇല്ലായിരുന്നു. ഞങ്ങൾ കുറ്റിപ്പുറത്ത് ഇറങ്ങി. കുറ്റിപ്പുറത്ത് സെക്കൻഡ് പ്ലാറ്റ്ഫോമിലാണ് ട്രെയിൻ നിന്നത്. അവിടുന്ന് ഞങ്ങൾ ഫസ്റ്റ് പ്ലാറ്റ്ഫോം ഭാഗത്തേക്ക് കടന്ന് അവിടെ നിന്ന് ബസ് സ്റ്റാൻഡ് വളരെ അടുത്താണ് കേട്ടോ. അവിടുന്ന് ഞങ്ങൾ ഗുരുവായൂർ ബസ്സിലേക്ക് കയറി. ഒരു പ്രൈവറ്റ് ബസ്സായിരുന്നു. ബസ്സിലായാലും നമ്മൾ കയറിയ സമയത്ത് വലിയ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ പഴയടം രുചി കണ്ടു കേട്ടോ. കുറേ നേരം ഇരിക്കേണ്ടി വന്നു ബസ്സിൽ. എന്നാലും കുഴപ്പമില്ല, വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. കുറേ സമയത്തിന് ശേഷമാണ് കേട്ടോ ഞാൻ ബസ്സിൽ യാത്ര ചെയ്യുന്നത്. പിന്നെ ഒരു സമയം കഴിഞ്ഞ് ഒരു 3:30 ഒക്കെ കഴിഞ്ഞ സമയം മുതൽ സ്കൂൾ കുട്ടികൾ വരാൻ തുടങ്ങി. കുട്ടികൾ കൊണ്ട് ബസ്സൊക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. സീറ്റ് ഉണ്ടെങ്കിലും അവർ ഇരിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അവസാനം കണ്ടക്ടർ പറഞ്ഞു വലിയ ആൾക്കാർ വരുമ്പോൾ നിങ്ങൾ നിന്ന് കൊടുത്താൽ മതി, ഇപ്പോൾ ഇരുന്നോളൂ എന്ന് പറഞ്ഞപ്പോൾ പിന്നെയാണ് അവരൊക്കെ ഇരിക്കാൻ തുടങ്ങിയത്. കുട്ടികളാണെങ്കിൽ അവർ ഇതുവരെ ഇങ്ങനെ ബസ്സിൽ ലോങ് റൂട്ട് യാത്ര ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് എത്തിയില്ലേ എന്നായിരുന്നു അവരെ ക്വസ്റ്റ്യൻസ്. ഞാനായാലും സൗത്ത് ഭാഗത്തേക്ക്, അതായത് കോഴിക്കോട് നിന്ന് സൗത്തിലേക്ക് ആദ്യമായിട്ടാണ് ബസ്സിൽ യാത്ര ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ പോയി 4:30 ആകുമ്പോൾ ഗുരുവായൂർ എത്തിയിട്ടോ. ഗുരുവായൂർ എത്തിയിട്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് നടക്കാൻ തുടങ്ങി. ആക്ച്വലി നടക്കാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാനാണെങ്കിൽ രാവിലെ ഭക്ഷണം കഴിച്ചതായിരുന്നു. 2 ചപ്പാത്തിയും ചോക്ലേറ്റ് സോസും ആയിരുന്നു ഞാൻ കഴിച്ചത് രാവിലെ. അങ്ങനെ ഞങ്ങൾ നന്ദിനി റെസ്റ്റോറൻറ്റിൻ്റെ അവിടെ എത്തി. ഞങ്ങളെല്ലാവർക്കും നെയ്റോസ്റ്റ് കേട്ടോ ഓർഡർ ചെയ്തത്. പിന്നെ 2 വടയും കൂടി വാങ്ങി. അതും കഴിഞ്ഞ് വേദിക്കും ശ്രേയസിനും ഓരോ ഐസ്ക്രീമും വാങ്ങി ഞങ്ങളങ്ങ് നടന്നു. അങ്ങനെ നമ്മൾ ഗുരുവായൂർ അമ്പല നടയിലെത്തി സുഹൃത്തുക്കളെ. നല്ലൊരു വൈബാണ് കേട്ടോ ഇവിടെ. അത്യാവശ്യം ആൾക്കാരും ഷോപ്സും ഒക്കെ ഉണ്ടെങ്കിലും ആരും ആവശ്യമില്ലാണ്ട് ബഹളം വയ്ക്കുന്നില്ല. ഒരു ഷോപ്പിലത്തെ ആളും ഇങ്ങനെ ആൾക്കാരെ വിളിക്കുന്നുമില്ല കേട്ടോ. അവർക്കറിയാം എന്തായാലും ആൾക്കാർ വരും വാങ്ങുമെന്ന്. അപ്പോൾ ഈവൻ അമ്പലത്തിലേക്ക് പോകുന്ന ആൾക്കാരായാലും വലിയ സൗണ്ടൊന്നും ഉണ്ടാക്കാണ്ട് മെല്ലെ സംസാരിച്ചായിരുന്നു പോകുന്നുണ്ടായിരുന്നത്. ഇപ്പം നമ്മൾ പോകുന്ന ഡ്രസ്സ് മാറ്റിയിട്ട് ക്ലോക്ക് റൂമിൽ നമ്മുടെ ബാഗേജൊക്കെ വെക്കാനാണ് കേട്ടോ. നമ്മുടെ ചെരുപ്പും ഫോണും ബാഗും ഒക്കെ അവിടെ വെക്കാൻ പറ്റും. ഇപ്പോൾ അമ്പലത്തിൽ സാരി തന്നെ വേണമെന്നൊന്നും ഇല്ല കേട്ടോ. ചുരിദാർ ഇട്ടിട്ടും കയറാം. ഞാൻ കയറിയത് ചുരിദാർ ഇട്ടിട്ടാണ്. അങ്ങനെ ഞങ്ങൾ ക്ലോക്ക് റൂമിൽ ബാഗ് വെച്ചിട്ട് ഏകദേശം 5:15 ക്യൂവിൽ കയറി. ഞങ്ങളുടെ ഏറ്റവും വലിയ ഭാഗ്യം ഇന്നെന്താണെന്ന് വെച്ചാൽ ദീപാരാധന തൊഴാൻ പറ്റിയിട്ടോ.
ഞങ്ങൾക്ക് പെട്ടെന്ന് ഗുരുവായൂർ വരാൻ തോന്നാനും കറക്റ്റ് സമയത്ത് ഇവിടെ എത്താനും നമുക്ക് കറക്റ്റ് ദീപാരാധന തൊഴാനും അത് ഭഗവാൻ വിചാരിച്ചിട്ട് തന്നെ ആവണം അല്ലേ. ഗണപതി അമ്പലത്തിലും തൊഴുതു കേട്ടോ. സമയക്കുറവുകൊണ്ട് എല്ലാം ഒന്ന് ഓടിച്ച് നോക്കാനേ പറ്റിയുള്ളൂ കേട്ടോ. ഇവിടെ എന്തോ ഡാൻസൊക്കെ നടക്കുന്നുണ്ട്, അരങ്ങേറ്റമായിരിക്കും. പിന്നെ വേറൊരു മണ്ഡപത്തിലും ഉണ്ടായിരുന്നു, അവിടെ വയലിനായിരുന്നു. പുറത്ത് നിന്ന് ഒന്നും കൂടി പ്രാർത്ഥിച്ച ശേഷം പിന്നെ നമ്മൾ ആനയെ കാണാൻ പോയിട്ടോ. അവിടെ 2 ആനകളുണ്ടായിരുന്നു, ബാലുവും പിന്നെ ഗോപാലകൃഷ്ണനും. ഈ ബാലു എന്ന് പറഞ്ഞ ആനയ്ക്കായിരുന്നു തോന്നുന്നു ഇത്തവണ എലിഫൻറ്റ് റേസ് ഉണ്ടാവുമല്ലോ, അതിൽ പ്രൈസ് കിട്ടിയത്. അതുകൊണ്ട് അയാൾക്ക് 2-3 മാലകളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ കയറിയത് ഈ ടോയ്സ് ഒക്കെ വെക്കുന്ന കടയിലായിരുന്നു കേട്ടോ. ഇത് മാൻഡറ്ററി ആണ്, നമ്മൾ എവിടെ പോവുമെങ്കിലും വേദിക്കും ശ്രേയസിനും എന്തെങ്കിലുമൊക്കെ വാങ്ങണം. അതെല്ലാ കുട്ടികൾക്കും അതുപോലെ ആണല്ലോ. അപ്പോൾ ശ്രേയസ് ആണെങ്കിൽ ഈ വെഹിക്കിൾസൊക്കെ നോക്കുമായിരുന്നു, ഹെലികോപ്റ്റർ, ട്രെയിൻ, അങ്ങനെ. വേദിയാണെങ്കിൽ അവൾക്ക് ഈ ഗിറ്റാർ വേണമെന്ന് പറഞ്ഞു. പിന്നെ അവസാനം നമ്മളൊരു കൺക്ലൂഷനിലെത്തി. വേദിക്ക് ഏതോ ചെറിയ 2 വസ്തുക്കൾ ഇഷ്ടമായി. ശ്രേയസിനും ഒരു ട്രെയിൻ വേണമായിരുന്നു, അത് വാങ്ങി. ഇവിടെ കുറേ നല്ല നല്ല കീ ചെയിൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. നോക്കിയേ, ഈ വളകളൊക്കെ നോക്കിയേ. ഇതൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ വാങ്ങണം എന്നൊക്കെ തോന്നുന്നുണ്ട്. പിന്നെ വാങ്ങിയാൽ പിന്നെ നിൽക്കൂല, കുറേ വാങ്ങിപ്പോവും. അതുകൊണ്ട് ഒന്നും വാങ്ങിയില്ല. കുട്ടികൾക്ക് ടോയ്സ് വാങ്ങി. പിന്നെ ഞാൻ ട്രെയിനിൻ്റെ ടൈം നോക്കുമ്പോൾ 9:30 പാസഞ്ചർ ഉണ്ട് കോഴിക്കോടേക്ക്. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ വേഗം ഇറങ്ങി അവിടുന്ന്. അങ്ങനെ ഗുരുവായൂർ ദർശനം കഴിഞ്ഞ് ഞങ്ങൾ പോവാണ്. ശ്രേയസ് ആണെങ്കിൽ ഇപ്പോഴേ തുടങ്ങിയിട്ടോ. അവൻ എന്നോട് ചോദിക്കുകയായിരുന്നു വീട്ടിൽ ബാറ്ററി ഒക്കെ ഉണ്ടോയെന്ന്. അപ്പോൾ എൻ്റെ ഓർമ്മയിൽ റിമോട്ടിൻ്റെ ബാറ്ററിയാണ് ഉള്ളത്, കുറേ എണ്ണം. അപ്പോൾ ഞാൻ ഉണ്ടെന്ന് പറഞ്ഞു, പക്ഷെ ആക്ച്വലി ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ മുല്ലപ്പൂ വാങ്ങി. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് മുല്ലപ്പൂ ഒക്കെ, അതുകൊണ്ട് ഞങ്ങൾ മുല്ലപ്പൂ വാങ്ങി. നേരത്തെ ഞങ്ങൾ പോകുമ്പോൾ മുല്ലപ്പൂ ചൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വേദ്യ പിന്നെ ക്യൂവിൽ നിൽക്കുന്ന സമയത്ത് ചൂടെടുക്കുന്നതെന്ന് പറഞ്ഞിട്ട് അതൊക്കെ എടുത്ത് കളഞ്ഞ്. പിന്നെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് ഫുഡ് കഴിക്കാനായിരുന്നു കേട്ടോ. ട്രെയിനിൽ കയറുന്നതിന് മുമ്പ് ഉറപ്പായിട്ടും ഫുഡ് കഴിക്കണം. പാസഞ്ചർ ട്രെയിൻ ആയതുകൊണ്ട് ഫുഡൊന്നും വരില്ല. പിന്നെ റെയിൽവേ സ്റ്റേഷനിലായാലും എന്തെങ്കിലും ഉണ്ടാവുമെന്നും പറയാൻ പറ്റില്ല, രാത്രി സമയമായതുകൊണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ചെറുതായിട്ട് കഴിച്ചു. പിന്നെ ഒരു ടാക്സി പിടിച്ചിട്ടാണ് ഞങ്ങൾ കുറ്റിപ്പുറം സ്റ്റേഷനിലേക്ക് പോയത് കേട്ടോ. അങ്ങനെ ഈ ഡ്രൈവറാണെങ്കിൽ ഷോർട്ട് കട്ട് എടുത്തു കേട്ടോ ആക്ച്വലി ഹൈവേയിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. പക്ഷെ വഴിയിൽ നിറച്ചും വെള്ളമായിരുന്നേ. ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞ പകുതി വരെ വെള്ളമായിരുന്നു. ഒന്ന് തെറ്റിയാൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ വീഴുമെന്ന് പറയുന്ന പോലെയായിരുന്നു കേട്ടോ. പക്ഷെ ഭാഗ്യത്തിന് നാട്ടുകാരാണെന്ന് തോന്നുന്നു ഇതൊക്കെ കയറൊക്കെ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ വയലൊക്കെ നികത്തിയത് കൊണ്ടുള്ള പ്രോബ്ലം ആണെന്ന് തോന്നുന്നു കേട്ടോ. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ കുറേ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലത്ത് നിറച്ചും വെള്ളമായിരുന്നു. അതേ ലെവലിലാണ് ഈ വീടുകളൊക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് കുറേ വീടുകളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. പിന്നെ ഒരു സ്ഥലത്ത് എത്തുമ്പോൾ വഴി അടച്ചിട്ട പോലെ തോന്നിയിട്ടോ. ഒരു മാതിരി കൺഫ്യൂഷൻ, ഇത് മുന്നോട്ട് പോവോ ഇല്ലയോ എന്ന്. അവിടെ ഒരു ഷെഡിൻ്റെ ഉള്ളിൽ 2 ചേട്ടന്മാർ ഇരിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ഡ്രൈവർ ചേട്ടൻ കുറേ പ്രാവശ്യം ചോദിച്ച ശേഷമാണ് അവർ പറഞ്ഞത് പോവാന്ന്. അപ്പോൾ എന്തായാലും ഒരു പുതിയൊരാൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുമല്ലോ, ഈ വഴി പോകാൻ പറ്റുമോ എന്ന്. എന്തുകൊണ്ടാണ് അവരവിടെ കയറൊക്കെ കെട്ടിയിരിക്കുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. എന്ന് വെച്ചാൽ ഇവിടെ വേറെ വീടും കാണുന്നില്ല. അങ്ങനെ നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ വീഴുന്നുള്ള ഒരു ഇതും വെച്ചുകൊണ്ടാണ് പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോയത്. നടുക്ക് പിടിച്ചിട്ടാണ് പോയത് കേട്ടോ. റോഡിൻ്റെ ഏകദേശം നടുക്ക് പിടിച്ചിട്ടാണ് പോയത്. നമുക്കിപ്പോൾ എപ്പോഴെങ്കിലും ഇതുപോലൊരു സിറ്റുവേഷൻ വരുമ്പോൾ ഇത്രയും വിഷമം. എന്നാൽ ഈ കുട്ടനാട്ടിലൊക്കെ താമസിക്കുന്ന ആൾക്കാരുടെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അല്ലെങ്കിൽ എപ്പോഴും വെള്ളം കയറുന്ന സ്ഥലത്ത് വീടുകളുള്ള അല്ലെങ്കിൽ സ്കൂളുകളുള്ള ഓഫീസ് ഷോപ്സൊക്കെ ഉള്ള ആൾക്കാരുടെ ഒരു അവസ്ഥ നമ്മൾ ആലോചിച്ച് നോക്കണം. അങ്ങനെ നമ്മൾ ഹൈവേയിലെത്തിയിട്ടോ. ഹൈവേയിലെത്തിയിട്ട് പിന്നെ നല്ല സ്പീഡ് എടുത്തിട്ടായിരുന്നു പോയത് കേട്ടോ. നല്ല റോഡായിരുന്നു, അടിപൊളി റോഡാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ 100ന് മുകളിൽ പോകാൻ പറ്റും.
ആൾ പിന്നെ എനിക്ക് തോന്നുന്നു ഒരു 85 മുകളിൽ പോയിട്ടില്ല. അങ്ങനെ ഞങ്ങൾ സ്റ്റേഷനിലെത്തി. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണ് നമ്മൾ സ്റ്റേഷൻ ശരിക്കും കാണുന്നത് കേട്ടോ. കുറ്റിപ്പുറം സ്റ്റേഷൻ നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് മുൻഭാഗത്ത് കേട്ടോ. ആ മുൻഭാഗത്ത് ഞങ്ങൾ എത്തുമ്പോൾ കുറേ സ്ട്രീറ്റ് ഡോഗ്സ് ഉണ്ടായതുകൊണ്ട് ഒന്നും ശരിക്കും പറഞ്ഞാൽ ഒരു ഫോട്ടോയോ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അല്ലെങ്കിൽ ശരിക്കും ഞാനൊരു വീഡിയോ എടുക്കുമായിരുന്നു. അങ്ങനെ ഈ ട്രെയിൻ ഇങ്ങനെ കടന്നു വരുമ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്, വേറൊരു ട്രെയിനാണ് കേട്ടോ. അത് ഞാൻ ശ്രദ്ധിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ റെയിൽവേ ട്രാക്കിന് ചെരിവുണ്ടെന്ന് തോന്നുന്നു. എന്ന് വെച്ചാൽ ഈ വരുന്ന ട്രെയിൻസൊക്കെ നല്ല ചെരിവിലാണ് വരുന്നത്, നല്ല ചെരിവുണ്ട്. ഇതൊരു മെമു ആണ് കേട്ടോ. അങ്ങനെ ശ്രേയസ് അതിനിടയ്ക്ക് വീട്ടിലൊക്കെ വിളിച്ച് വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട്. ഞങ്ങൾ ട്രെയിന് കുറച്ച് ലേറ്റായിരുന്നു കേട്ടോ. 9:30 വരേണ്ട ട്രെയിൻ ഏകദേശം 10 മണിയൊക്കെ കഴിഞ്ഞ ശേഷമാണ് വന്നത്. ഇതിനിടയ്ക്ക് കുറേ ട്രെയിനും ഗുഡ്സും ഒക്കെ വന്നിട്ട് പോയി. അങ്ങനെ അവസാനം ഞങ്ങൾ ട്രെയിൻ വന്നു കേട്ടോ. ഇതൊരു പാസഞ്ചർ ട്രെയിനാണ്, വലിയ ആളുകളൊന്നും ഇല്ല. അങ്ങനെ ട്രെയിനിൽ കയറിയിട്ട് പിന്നെ വേദ്യ അവൾ ഇന്ന് വാങ്ങി സ്ലേറ്റ് എടുത്ത് എഴുതാൻ തുടങ്ങി. ആൾക്ക് ഡ്രോയിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രാന്താണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നല്ല വൃത്തിക്ക് വരയ്ക്കും, പക്ഷെ കിട്ടിയ പേപ്പറിലൊക്കെ വരയ്ക്കും. അങ്ങനെ ഞങ്ങൾ നമ്മുടെ നാട്ടിൽ എത്താൻ പോവാണ്. ഇതൊരു പാലത്തിൻ്റെ മുകളിലുള്ള ലൈറ്റിംഗ് ആണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു ഏകദേശം കടലുണ്ടി ഫറോക്ക് ഭാഗത്താണെന്ന് തോന്നുന്നു. ശരിക്കും എനിക്ക് സ്ഥലപ്പേരൊന്നും അറിയില്ല കേട്ടോ. ഞാനത് കണ്ടപ്പോൾ വെറുതെ വീഡിയോ എടുത്തേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് സ്റ്റേഷനിലേക്ക് എത്തി. ഏകദേശം 11:30 ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കോഴിക്കോട് സ്റ്റേഷൻ എത്തി. നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ നമ്മുടെ നാട്ടിലെത്തി. ഇതാണ് നമ്മുടെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ ഇപ്പോൾ നല്ലോണം പണിയൊക്കെ നടക്കുന്നുണ്ട്. പെട്ടെന്നുണ്ടാക്കിയ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കുറേ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യുക.